PK ഫിറോസ് മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് പോലീസിനൊക്കെ ശിക്ഷ എന്താണ് എന്ന് തീരുമാനിക്കേണ്ട ഉത്തരവാദിത്തമാണ് കേരള പോലീസിലുള്ളത്. ആ പണി കേരള പോലീസ് നിർബന്ധമായും എടുക്കേണ്ടതുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ സംബന്ധിച്ച്, അതിൻ്റെ സുതാര്യതയെ സംബന്ധിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട ആൾക്കെതിരെ 1 മണിക്കൂറിനുള്ളിലാണ് പോലീസ് കേസെടുത്തത്. കലാപമുണ്ടാക്കാൻ വേണ്ടി, ലഹള ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് വയനാട്ടിലെ ഒരു യൂത്ത് ലീഗ് പ്രവർത്തകൻ, എറണാകുളത്തെ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ, ഇവർക്കെല്ലാം എതിരെ കേസെടുക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്രമല്ല കാസിമിനെതിരെ കൊടുത്ത പരാതിയിൽ അദ്ദേഹത്തിനെതിരെ 153A പ്രകാരം പോലീസ് കേസെടുത്തിട്ടുണ്ട്. ആ കേസ് ഇപ്പോഴും റെഫർ ചെയ്തിട്ടില്ല. അദ്ദേഹം ഇതിനകത്ത് പ്രതിയല്ല എന്നൊക്കെ ഹൈക്കോടതിയിൽ പോലീസ് പറഞ്ഞിട്ടുണ്ട് എങ്കിലും ആ കേസ് റെഫർ ചെയ്തിട്ടില്ല. എന്നാൽ കാസിം കൊടുത്ത പരാതിയിൽ 153A ഇല്ല, ഫോർജറി ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടില്ല. മാത്രമല്ല ആരാണ് പ്രതികൾ അതിപ്പോഴും അൺനോൺ ആണ്. അപ്പോൾ പോലീസ് കൃത്യമായ ഒരു ഒത്തുകളി, അത് പോലീസ് സ്വമേധയാ നടത്തുന്ന ഒരു താല്പര്യമാണ് എന്ന് ഞങ്ങളാരും വിചാരിക്കുന്നില്ല. കൃത്യമായ ഒരു ഡയറക്ഷനുണ്ട്. ഈ കേസ് ഇങ്ങനെ കൊണ്ടുപോയാൽ മതി എന്നൊരു ഡയറക്ഷനുണ്ട്. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുകയാണ്, ഈ കേസ് അങ്ങനെ വിടാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഈ കേസിൽ ആരൊക്കെയാണോ പ്രതികൾ, ഇതാരാണ് വ്യാജമായി നിർമ്മിച്ചത്, ഇതാരാണ് ഇതിൻ്റെ പിന്നിൽ ഗൂഢാലോചന നടത്തിയത്, അത് ആരൊക്കെയാണെങ്കിലും അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാനുള്ള അവസാനത്തെ ശ്രമവും ഞങ്ങൾ നടത്തും. അത് നിയമപരമായി നടത്തും, രാഷ്ട്രീയമായി നടത്തും, ഒരു സംശയം വേണ്ട. കാരണം കേരളത്തെ വിഭജിക്കാൻ വേണ്ടി, ഒരു നാട്ടിൽ കലാപം ഉണ്ടാക്കാൻ വേണ്ടി, വർഗീയത ഉണ്ടാക്കാൻ വേണ്ടി നടത്തിയ ഒരു ശ്രമമാണ്. ഒരു സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നത് മാത്രമല്ല, ഒരു നാട്ടിൽ കലാപം ഉണ്ടാക്കാൻ വേണ്ടിയാണ് CPM നടത്തിയിട്ടുള്ളത്. ഈ ശ്രമത്തെ എന്ത് വില കൊടുത്തും ഞങ്ങൾ ചെറുക്കുക മാത്രമല്ല, ഇതിലെ പ്രതികളെ മുഴുവനും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനുള്ള അവസാനത്തെ പോരാട്ടവും നടത്തും എന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. അല്ലെങ്കിൽ അവർ പറയട്ടെ, അവർക്ക് അറിവില്ല, അവരെ തെറ്റിദ്ധരിപ്പിച്ചതാണെന്ന് അവർ പറയണ്ടേ. അവർ കൂടി LDFന്റെ ഇത് കണ്ട ആർക്കും മനസ്സിലാവില്ല. ഇങ്ങനൊരു ഇലക്ഷന്റെ തലേ ദിവസം ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്കെതിരെ ഇങ്ങനൊരു കാഫിർ പ്രയോഗം UDF കേന്ദ്രങ്ങൾ നടത്തി, യൂത്ത് ലീഗ് നടത്തി എന്നൊരു പ്രചരണം നടത്തിയാൽ അതിൻ്റെ ഗുണം ആർക്കാ ലഭിക്കുക? അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാവില്ലേ? അത് ടീച്ചർ ഓൺ ചെയ്തല്ലോ, അത് CPM നേതൃത്വം ഓൺ ചെയ്തല്ലോ, അത് CPMന്റെ മുൻ MLA ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തല്ലോ. അപ്പോൾ ഇത് ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടീച്ചർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ടീച്ചറുടെ കൂടി അറിവോടെയാണ് എന്ന് വിശ്വസിക്കേണ്ടി വരും. തുടക്കത്തിൽ ഇത് CPM കൃത്യമായി ഇതിനെ ഫോളോ അപ്പ് ചെയ്തിരുന്നു. ഇലക്ഷന്റെ സമയത്ത് മുഴുവൻ അവസാന ദിവസം വരെ. പിന്നീട് അതിനെക്കുറിച്ച് ഒരു വാർത്താ സമ്മേളനമോ ഒരു പ്രതികരണമോ ഒന്നും ഇതുവരെയായിട്ടും നടത്തിയിട്ടില്ല. അതിന് പിറകിൽ ഇത് തന്നെയാണോ? തീർച്ചയായിട്ടും. കാരണം CPM ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞങ്ങൾ ഹൈക്കോടതിയിൽ സമീപിക്കും. ഇതൊരു രാഷ്ട്രീയമായിട്ടുള്ള സംസാരങ്ങൾ. അപ്പോൾ നാട്ടിൽ സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു ആരോപണം വന്നാൽ ആളുകളുടെ ഒരു വിലയിരുത്തലുണ്ടാവും. തീയുണ്ടെങ്കിൽ തീയുണ്ടെങ്കിൽ പുകയുണ്ടാവുമല്ലോ, പുകയുണ്ടെങ്കിൽ തീ ഉണ്ടാവുന്നല്ലോ എന്നൊരു വിലയിരുത്തലുണ്ടല്ലോ. അപ്പോൾ അതുപോലെ ഇതിനകത്ത് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകും എന്നൊരു വിലയിരുത്തൽ ജനങ്ങൾ നടത്തും എന്നൊരു പ്രതീക്ഷയിലായിരുന്നു CPM ഉണ്ടായിരുന്നത്. പക്ഷേ ഞങ്ങളിത് നിയമപരമായി പോരാട്ടം നടത്തി, ഹൈക്കോടതിയിൽ പോയി എന്ന് മാത്രമല്ല കൃത്യമായി അതിന് ഫോളോ അപ്പ് ചെയ്തു. കാസിം തന്നെ പരാതിക്കാരനായി വന്നു. CPM ഇങ്ങനെ ഒരു നിയമ പോരാട്ടം പ്രതീക്ഷിച്ചില്ല. രാഷ്ട്രീയമായ ചർച്ചകൾ മാത്രമാണ് CPM പ്രതീക്ഷിച്ചത്. അതിൻ്റെ ഗുണഭോക്താക്കളായി CPM വരും എന്നായിരുന്നു അവർ പ്രതീക്ഷിച്ചത്. കാരണം അവർക്ക് എങ്ങനെ ആടിനെ പട്ടിയാക്കാൻ കഴിയും എന്നുള്ളത് അവർക്കറിയാം. അതിന് കൃത്യമായ കടന്നൽ കൂട്ടങ്ങൾ സൈബർ ഇടങ്ങളിൽ അവർക്കുണ്ട്. ആ സൈബർ ശക്തി കൊണ്ട് ഇതിനെയൊക്കെ അവർ വിചാരിക്കുന്ന രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുമെന്നായിരുന്നു അവർ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ പോലീസ് പോലും ഗതികെട്ട് നിൽക്കുകയാണ്. ഞങ്ങൾ ഇപ്പോൾ ഈ ഘട്ടമെത്തി, ഇത് എവിടുന്ന് തുടങ്ങി എന്ന ഘട്ടമെത്തി. അത് കോടതിയെ ബോധ്യപ്പെടുത്തേണ്ടി വന്നു. ഇപ്പോൾ കേസ് ഡയറി കോടതിയിൽ ഹാജരാക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ പോലീസ് കൂടുതൽ സമയം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പരിധിവരെ നീട്ടി കൊണ്ടുപോകാനേ കഴിയുള്ളൂ. ഞങ്ങളിത് ഓരോ ഘട്ടങ്ങളും കോടതിയെ ഞങ്ങൾ ബോധ്യപ്പെടുത്തും, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തും, ജനങ്ങളെ ബോധ്യപ്പെടുത്തും. അതുപോലെ തന്നെ പ്രത്യക്ഷമായ സമരം ഉണ്ടാവും. ഒന്ന് കോഴിക്കോട് ജില്ലാ യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിലുള്ള സമരമുണ്ട്. അടുത്ത ദിവസം ഈ അധ്യാപകൻ പഠിപ്പിക്കുന്ന സ്കൂളിലേക്ക് ബഹുജനങ്ങളുടെ പ്രതിഷേധമുണ്ട്.
കാരണം ഇയാളൊന്നും സ്കൂളിൽ പഠിപ്പിക്കാൻ കൊള്ളാവുന്ന ഒരാളല്ല. ഇയാളെ പോലെയുള്ള ഒരാളെ സ്കൂളിൽ പഠിപ്പിക്കാൻ പറ്റില്ല. കാരണം നാട്ടിൽ വർഗീയതക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരാളെ എങ്ങനെയാണ് കുട്ടികളെ പഠിപ്പിക്കാൻ ഉപയോഗിക്കാൻ കഴിയുക? അയാളൊക്കെ ആ സ്കൂളിൽ തന്നെ പിരിച്ചുവിടണം. അല്ല, ഇതിന് വേറൊരു മാനം കൂടെയല്ലേ? കാരണം മതേതരത്വം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇത്ര വലിയൊരു വർഗീയ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഒരു ക്യാമ്പയിൻ തീർച്ചയായിട്ടും CPM കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും എടുത്തു പരിശോധിച്ചാൽ, ഇപ്പോൾ TP ചന്ദ്രശേഖരനെ കൊല്ലാൻ വന്നപ്പോൾ മാഷാ അല്ലാഹ് എന്ന് സ്റ്റിക്കർ ഒട്ടിച്ചത് വെറുതെ ഒട്ടിച്ചതല്ല. അതുപോലെ തലശ്ശേരിയിൽ ഫസലിനെ കൊന്നിട്ട് അതിൻ്റെ രക്തം ഒരു ടവലിലാക്കിയിട്ട് ഒരു RSSകാരൻ്റെ വീട്ടുപടിക്കൽ കൊണ്ടുപോയി വെച്ചു. യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK